ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗിങ് സീരീസിൻ്റെ ഡേ 3 ആണ്. അപ്പം ഇതിപ്പോൾ ഒരു ഹോംവർക്ക് പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു കുറച്ചൊന്നുകൂടെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുമ്പം എന്താ പറയുക, നമുക്കിത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ലൈക്ക് നമുക്ക് ആ മടിയൊന്ന് മാറി കിട്ടും. ഇന്നലത്തെ വ്ളോഗ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഗൈസ്. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നെങ്കിലോ ലൈക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ അതിൽ കമൻറ്റ് ചെയ്യുക. ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണും എൻ്റെ പുതിയ വാച്ച്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കറങ്ങണ സാധനം ഉണ്ടല്ലോ, കൈൻഡ് ഓഫ് എക്സൈറ്റിങ്. എനിക്കറിയാം ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കൈസ് ഒരു ഭയങ്കര ഹൈപ്പ് കിട്ടുന്ന സംഭവങ്ങളാണ്. സോ ഇപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ മറ്റേ മെന്റലിസ്റ്റ് ആദ്യം എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരല്ലേ, ഭയങ്കര ഹൈപ്പായിട്ടുള്ളൊരു മെന്റലിസം പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ ഞാനും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണ്. ഭയങ്കര പാടായിരുന്നു ഗൈസ് ടിക്കറ്റ് കിട്ടാനായിട്ട്. അവസാനം ഷാസ് എന്തൊക്കെയോ ചെയ്ത് കിട്ടി. നമുക്ക് എന്തായാലും ഒരു 5 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. തൃപ്പൂണിത്തറ വെച്ചാണ് JT പാക്കിൽ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ പോവുകയാണ് അങ്ങോട്ട്. ആ പരിപാടി എന്താണ് എന്നുള്ളത് ഇന്നറിയാം, എന്താണ് ഈ ഹൈപ്പ് എന്നുള്ളത്. സോ ലെറ്റ്സ് സി. അപ്പം ദിയോ ഉണ്ട്, സോനു, ഷഹാന, ഞാനും ഷാസു. നമ്മൾ 5 പേരാണ് പോകുന്നത്. അവൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം ഗൈസ്. ഡേ 3 എന്ത് ഗൈസ്, ഇവരൊക്കെയാണ് നമ്മളിന്ന് എന്താണ് പേര്, മെന്റലിസ്റ്റ് ആദ്യന്നല്ലേ പേര്. ആ ഗൈസ്, അവൾ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. 2ാമത്തെ ഗിഫ്റ്റ്. ഫസ്റ്റ് ഇന്നലത്തെ ഇത് അവൻ തന്നെ എനിക്ക്. ഓ ഇതെന്താ ഫോക്കസ് ആവാത്ത ഐഫോൺ. ആ ഗൈസ്, ഒരു ഐഫോൺ ഫാനായിട്ട് ഞാൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ വീഡിയോ 1x എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സാധനമാണ്. നീ പൊടി, നിന്നീടണ്ട, ഞാൻ ഇട്ടോളാം. അവളടുത്ത് നീയല്ലാതെ ആരെങ്കിലും അവളടുത്ത് അഭിപ്രായം ചോദിക്കൂ ഗൈസ്? ഉത്സവ പറമ്പാണെങ്കിലും പള്ളിപ്പറമ്പാണെങ്കിലും 1x ദൂരം നിന്ന് വരെ ആൾക്കാരെ ശ്രദ്ധിക്കണം, അതിന് വേണ്ടി മാത്രമാണ്. സൂപ്പർ അല്ലേ ഇവിടെ? ഓക്കെ. നമുക്ക് പിന്നെ പണ്ടേ ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, അതാണ് പ്രശ്നം. ഭയങ്കര മറ്റേ എന്തൊക്കെയോ കൈ മൊത്തം ചങ്ങലയൊക്കെ ഇട്ടോണ്ട് വന്നേക്കുന്ന ആള്. അതെ, ഇവിടെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കേട്ടോ, ഒരു വലിയ പലക. ഞാൻ ആ പലകയിൽ എന്താണെന്ന് നോക്കട്ടെ. അയ്യോ ഒരു ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം. എടുത്തോണ്ടാ കത്തി. നീ ഉണ്ടല്ലോ കത്തിയായിട്ട്. ഈ സാധനമാണ് ഷാസ് മുഹമ്മദാ. അടിച്ചു പോവാനൊന്നുമില്ല. പോയത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ചുമ്മാ വെച്ച് മടി പിടിക്കില്ല, എടുത്ത് കൈ ഇങ്ങനെ ആംഗിളൊക്കെ നല്ല സെറ്റ് ആക്ക്. നീ 14 ആണോ അതോ 17 എനിക്ക് പണ്ടാരം ഫൈനലി. അമ്മോ, ഇതാണ് എന്റെ ഫോട്ടോയാ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണെന്നോ? നിങ്ങളെ വിചാരം എന്താണ്? ഞാൻ എത്ര വയസ്സുള്ള കൊച്ചെന്നാണ് വിചാരം? നിനക്ക് അങ്ങനെയാണല്ലേ? അതാണ് നിന്റെ കുറഞ്ഞുകൊണ്ടിരിക്കണത്. നീ പ്രായം കൂടാതെ നീ നോക്കിക്കോ. ഒന്നാമതേ ബുദ്ധിയില്ല നിനക്ക്. അതോടെ ഇത് നീയാണോ വരച്ചത്? മൈ ഗോഡ്, ഇതെങ്ങനെ ഓണാക്കും? ഓഫ് എന്റെ പൊന്നോ. നോക്കൂ ഗൈസ്, ഇതെടുത്ത് എവിടെ വെക്കൂ എന്നുള്ളതാണ്. എന്റെ പാവപ്പെട്ട റൂമിൽ ഇതൊക്കെ വെക്കാൻ സ്ഥലമില്ല. ഇതാണ് ഗൈസ് സാധനം. കോൾ മീ ഫ്ലാഷ്. റെഡും യെല്ലോ, പല പല കളറിലോട്ടൊക്കെ ആക്കാം കേട്ടോ. ഇതിന്റെ റിമോട്ട് കാണും. റിമോട്ടില്ലേ? റിമോട്ടില്ല, അവന്മാര് വെച്ചില്ല. ഇതാണ് സാധനം. അങ്ങനെ ഗൈസ്, എനിക്കൊരു സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മയെ ഒറ്റ കൈ ഉണ്ടതും പോക്കാനും വയ്യല്ലോ. എന്നാണ് ഇത് പിടിക്കടി നിന്റെ ഗിഫ്റ്റ്. അയ്യോ, നീ തന്നെ പിടിച്ചോ. ഗൈസ്, ഇവളുടെ വക കിട്ടിയ ഐറ്റമാണ്. നല്ല കിടിലം ലൈറ്റ് സാധനം. ഇതെടുത്ത് ഇനി നമ്മളെ മാർവൽ ഇരിക്കുന്നതിൻ്റെ അതിനെ അടുത്ത് കളഞ്ഞിട്ട് വേണം എനിക്ക് ഇതെടുത്ത് അവിടെ ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ ഗൈസ്, ഇതാണ് എൻ്റെ 2nd ബർത്ത്ഡേ ഗിഫ്റ്റ്. കൊണ്ടുവന്നത് ഈ മങ്കിയാണ്. അയ്യോ, നമ്മള് മറ്റേ LED ലൈറ്റിന്റെ എന്തോ ഹോൾസെയിൽ ഡീലറാണെന്നോ. പക്ഷെ കുട്ടനും കൊടുത്തത് ഇത് തന്നെ, സെയിം സാധനം. ഗിഫ്റ്റ് മറ്റേ ആലോചിക്കാനുള്ള മടി കാരണം സെയിം ഇത് തന്നെ. എത്ര പറയും?
ആൾക്കാരൊന്നും സെർച്ച് ചെയ്താ വന്നേരിക്കും. ഇതെത്രടേ? നല്ല കത്തിയാ. എന്നാലും ഇവളിത് വരച്ചെന്ന് പറഞ്ഞത് ഒരു ഇത്തിരി വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല. ഡേ നമുക്ക് പോണ്ടേ അടി? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അങ്ങനെ അവളെ വെളിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് നമുക്കൊരു ഗിഫ്റ്റും കിട്ടിയേക്കണം. ഇല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ ഇല്ലായിരിക്കാനുള്ളതായിരുന്നു. ഫൈനലി ഗിഫ്റ്റുമായിട്ട് അവള് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവൾക്ക് തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. ഈയടാ ചെലവ് ലോക എച്ചിയാണ് ഈ ചെലവെന്നൊക്കെ വേണത്. എന്താടി നിനക്ക് ചെലവ്? അപ്പൊ ശരി ഗൈസ്, നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിരിക്കും. നമ്മൾ ഓടിപ്പോട്ടെ മെന്റലിസം ആദ്യം കാണാനായിട്ട്. നമ്മൾ ലേറ്റ് ആവാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്ത ഇനി വ്ളോഗ് ഇനി അവിടെ വെച്ച് ഇത് സമ്മതിക്കുമോ എന്തോ അവര്? മൈക്ക് അല്ല വീഡിയോ എടുക്കേ വ്ളോഗ്. അപ്പൊ ഞാൻ വടി എടുക്കുന്നില്ല ഗൈസ്, ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുക്കാം. ബൈറ്റ്. പിന്നെ ഗൈസ് നമ്മൾ എവിടെ പോകുന്നു? JT പാക്കിലോട്ട് പോവാണ് ഗൈസ്. മെന്റലിസ്റ്റ് ആദിയുടെ പരിപാടി കാണാൻ പോവാണ്. എല്ലാരും എത്തിയിരിക്കുകയാണ്. ഗ്യാങ് ഫുള്ളും കംപ്ലീറ്റ്. നല്ല പരിപാടിയാണെന്ന് തോന്നണം. ഈ സോനുവും ദിയയാണ് പറഞ്ഞത് ഭയങ്കര പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ഫോർ ദ റിവ്യൂ. എന്തായാലും ഇത് കണ്ടതിന് ശേഷം പറയുന്നതായിരിക്കും ഗൈസ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീഡിയോ ഒന്നും എടുക്കണില്ല ഗൈസ്. പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം റിവ്യൂ ആയിട്ട്. അവന്റെ റിവ്യൂ. ഓക്കെ ഗൈസ്, ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ JT പാക്കിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഓടെയാണ്. ലേറ്റായ എൻ്റെ എവള് കാരണമാണ് എല്ലാം ലേറ്റായത്. അവളും പിന്നെ അവളെ ഭർത്താവും ലേറ്റായോ എന്നൊരു സംശയം. അപ്പോൾ എന്തായാലും ഗൈസ് എനിക്കൊന്നും വീഡിയോ അലൗഡ് അല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് കയറി പരിപാടി കണ്ടിട്ട് ഇറങ്ങിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ബൈ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ മെന്റലിസ്റ്റ് ആദിയുടെ ഇൻസോംനിയ എന്ന് പറഞ്ഞ പരിപാടി കണ്ടിരിക്കുകയാണ്. ഇവളാണ് കട്ട ഫാൻ ആദിയുടെ. ഇവളുടെ ഉമ്മാക്ക് പക്ഷെ കാണാൻ പറ്റിയില്ല. അമ്മ ദുബൈയില് പരിപാടി വരുമ്പോ കാണാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മറ്റേ സോഷ്യൽ മീഡിയയിലെ സാധനമൊക്കെ കണ്ടപ്പം എന്തോ സെന്റിമെന്റൽ പരിപാടിയാണെന്നുള്ളതിലാണ് ഞാൻ വന്നത്. കരയാൻ റെഡിയായിട്ട്. ഫണ്ണ് ഇത് നല്ല ഫണ്ണാണ് കേസ്. അത്യാവശ്യം എന്തോ പറയാലോ, ബേസിക്കലി എന്തോ ഭയങ്കര റിലവന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് പുള്ളി. പിന്നെ കുറച്ച് കോമഡി ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഞാൻ പറയാം എക്സ്പെക്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിറക്കിൾസ്, മാജിക്, കുറച്ച് എന്തോ പറയാലോ തിങ്ക് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. സംഭവം പുള്ളി അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ പുള്ളിയുടെ ഈ ഒരു അവതരണ ശൈലി എല്ലാം അടിപൊളി. അപ്പം എന്തായാലും മിസ് ചെയ്യില്ല ഗൈസ്. ഇത് ഷോ നിങ്ങളുടെ അടുത്ത കൊല്ലം വരെയാണെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ്. എടി എങ്ങനെയുണ്ട്? എന്താണ് നിന്റെ അഭിപ്രായം ഇത്രയും നാള് കാത്തിരുന്ന് കണ്ടിട്ട്? ആക്ച്വലി എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അവയർനെസ് ഇല്ലായിരുന്നു. എന്റെ ഉമ്മ ആയിരുന്നു സജസ്റ്റ് ചെയ്തത്. ഉമ്മയാണ് വലിയ ഫാൻ മെന്റലിസത്തിന്റെ ഒക്കെ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും പൊളിച്ചു. എന്താ പറയാ, ഭയങ്കര റിയലിസ്റ്റിക്. എപ്പോഴേലും എനിക്ക് ആ കുട്ടികളുടെ എനിക്ക് അല്ല അവൻ നല്ലൊരു മെസ്സേജ് കൊടുത്ത പോലെയാ തോന്നിയത്. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. ഷോയെക്കാളും അതിൽ നിന്നും നമുക്ക് ഒത്തിരി എടുക്കാനുണ്ട് ലൈഫിലേക്ക്. അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു അല്ലേ? ഞാനും കൊറേ ചിരിച്ചു കേട്ടാ. പുള്ളിക്ക് ചെറിയൊരു മുന്നേ ലാലേട്ടൻ ഇൻസ്പയർഡ് ആണ്. പുള്ളി ഇൻസ്പയർഡ് ഒക്കെ ഉണ്ട്. ചരി നടത്തോ പുള്ളിരാരു. ആക്ച്വലി ലാലേട്ടൻ ക്യാമിയോ ഉണ്ട് ഗൈസ്. വന്ന ഷോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. സോ ഡോണ്ട് മിസ് ദ ഷോ. പ്ലീസ് വാച്ച് ഇറ്റ്. ഉറപ്പായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് ഗൈസ്. അതായത് നമ്മള് ഫോണൊന്നും നോക്കൂല. ഫോൺ അവർ നോക്കാനും സമ്മതിക്കൂല, അത് വേറെ കേസ്. സോ നമ്മൾ ടൈമിനെ പറ്റി ഇല്ലാതെ ഇതാണ് ഈ ആക്രാന്തം പിടിച്ച ചാടി ചാടി നിൽക്കുന്നവരാണ്. ഇതേപോലെ ഉള്ളവരെ വേണം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ. മനസ്സിലായില്ലേ? ഇത് കണ്ടിട്ടും അപ്പൊ ശരി കേസി, വിശക്കുന്ന രണ്ടെണ്ണത്തിനെയും കൊണ്ട് എന്റെ ആ പൊന്നോ പോയിട്ട് വരാൻ കേസ്. എനിക്ക് വിശപ്പൊന്നുമില്ല. എനിക്ക് വിശപ്പേ ഇല്ല. എനിക്ക് ഷോ കണ്ടപ്പോ എന്റെ വയറ് നിറഞ്ഞു ഗൈസ്. അപ്പൊ ശരി ഗൈസ്, ഈ രണ്ടെണ്ണത്തിന്റെ തീറ്റി ഒന്ന് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊണ്ടോട്ടെ. ബൈ ഗൈസ്. കോസ് കഫേയിൽ വന്നിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്ക് കോസ് ഇപ്പൊ ഭയങ്കര ഫേവറേറ്റ് ആണ്. പണ്ട് കോസി വരൂലായിരുന്നു. രണ്ടെണ്ണത്തിനെ വിളിച്ചാൽ വരൂല. ഇപ്പൊ കോസിൽ ഒരാൾക്ക് ആംബിയൻസ്, ഒരാൾക്ക് ഫുഡ്. അതുകൊണ്ട് ബാക്ക് ടു മൈ ഫേവറേറ്റ് പ്ലേസ്. പുള്ളിക്കാർ കഫിക്കാനെ വിട്ടിട്ട് ഞാൻ കോസിൽ വരാൻ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കയറില്ല. എനിക്ക് ഈ ഒരു ബിസി പരിപാടി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് സംഭവം ഉണ്ട്. ഒന്ന് ക്രൗഡ്, രണ്ട് പാർക്കിംഗ്. ഈ രണ്ട് സാധനം ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു കഫേയിലും കയറില്ല. അപ്പൊ എത്ര ഫേവറേറ്റ് ആയാലും ഇടയ്ക്കിടയ്ക്ക് കഫിക്കാനെ പോകുമ്പോഴും അവിടെ പാർക്കിംഗ് ഇല്ലെങ്കിൽ ഞാൻ നടത്തില്ല, ഞാൻ പോകും. അപ്പൊ ഈ രണ്ടെണ്ണത്തിനെ വിളിച്ചുകൊണ്ട് ഞാമല്ലേ ഫുള്ള് കത്തിയും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഒരു ചിക്കൻ ബർഗറും പറഞ്ഞ് ഒരു അപ്പക്കാറ്റോയും പറഞ്ഞു. ബാക്കി ഒരു പാസ്തയും ഒരു ചിക്കൻ സ്ട്രോഗനൊപ്പം വന്നിട്ട് ഫുഡ് വരമേ കാണിച്ചത്.
അപ്പൊ ഹെൽത്തി എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ച് കഴിക്കുന്ന സാധനമാണ്. കൊള്ളാം, നല്ല ടേസ്റ്റുള്ള ഹെൽത്തി. എടാ എന്റെ ഈ ഐഫോൺ എനിക്ക് ഭ്രാന്ത് വരുന്നടേ. കാലിയായി ഗൈസ്. വിശപ്പിന്റെ വിളി. ഇവന് വിശപ്പിന്റെ വിളിയും ഉറക്കത്തിന്റെ വിളിയും കുറച്ച് ഇത്തിരി ഓവറാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ മറ്റേ മഞ്ചാണ്. ആ 5 സ്റ്റാർ ആണ്. അവൻ 5 സ്റ്റാർ ആണ്. നിങ്ങളല്ലാതെ ആവുന്നുണ്ടോ എന്ന് ചോദിക്കണ എന്റെ ഉത്തമ ഉദാഹരണമാണ് അവൻ. വിശപ്പും ഉറക്കവും ഈ 2 സാധനം കടുവയെ പോലെയാണ് അവൻ. എന്റെ അടുത്ത മധുരം. ഓ മൈ ഗോഡ്. എന്റെ അഫഗാറ്റോ വന്നിരിക്കുകയാണ് ഗൈസ്. അത് ഐസ്ക്രീം അല്ല, അതിൽ കാപ്പി ഒഴിക്കണം. കോഫി വെച്ച് ഗൈസ് എന്റെ അഫഗാറ്റോ ചോദിച്ചോ. നീ ഇതിനെ കലക്കി വേണം കുടിക്കാൻ. അല്ലെങ്കിൽ കലക്കണം. ഞാൻ ഇങ്ങനെ തോണ്ടി കുടിച്ചോളാം. ഐസ്ക്രീമും കുറച്ച് കോഫിയായിട്ട് കുടിക്കണം. അങ്ങനെ തന്നെ എടുത്തോ. എന്റെ ഐസ്ക്രീം കഴിച്ചിട്ട് ഭാവഭേദം നോക്കിയാൽ മാറ്റിയില്ല. എവളെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്നവളെ തെളിയിച്ചിരിക്കുകയാണ്. അഫഗാറ്റോ സ്ട്രോങ് ആണോ ഈ ബോഡി. അഫഗാറ്റോ ഫാൻസിന് മാത്രമേ ഇതൊക്കെ തിന്നാൻ പറ്റും. ഇതിനെ ആദ്യം നല്ല പോലെ മിക്സ് ചെയ്താണ് ഞാൻ കഴിക്കുന്നത് ഗൈസ്. ഞാൻ അത് മിക്സ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഞാൻ കുടിച്ചിട്ട് ടേസ്റ്റ് എവള് പറഞ്ഞ അത്ര കൂറയാണോ അല്ല നോക്കട്ടെ ഗൈസ്. ഇപ്പൊ നല്ല മിക്സ് ചെയ്ത് നല്ല അടിപൊളി. ഇവിടുത്തെ അഫഗാറ്റോ കുറച്ച് സ്ട്രോങ് ആണ് കേട്ടാ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. പക്ഷെ കഫിക്കാനല്ല നല്ലതാ. അയ്യോ പോലെ എനിക്കിഷ്ടം. കുറച്ച് ബിറ്റർ ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ്. കുറച്ച് സ്ട്രോങ് അല്ലേ. പിന്നെ അത്രയ്ക്കൊന്നുമില്ല ഗൈസ്. ഇത് കുടിച്ചതിന് ശേഷം മൊത്തം കുടിച്ചു തീർത്താ. ഫുഡ് പോരും. അപ്പൊ കുടിച്ചോ. കോഫി ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. 2 എണ്ണത്തിന് കോഫി ഇഷ്ടമല്ല. 2 എണ്ണവും ചായ ഭ്രാന്താണ്. ഞാൻ രാവിലെ കട്ടൻ ചായ, വൈകുന്നേരം കാപ്പി. എന്തൊക്കെയാ കിടന്ന് പറയണം. ബൈ ഗൈസ്. അവന്റെ പാസ്തയും എവളുടെ സ്ട്രോഗനോഫും ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. അടുത്ത് അണ്ണാക്കിലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. മറ്റവൻ പിന്നെ മടമടാന്ന് തിന്നെ വിശന്നുണ്ട്. പാസ്ത മടമടാന്ന് തിന്നും. ഇത് സ്ട്രോഗനോഫ് എവളുടെ. ഇത് കൊള്ളാം, അടിപൊളി. മഷ്റൂം ഉണ്ട് കേട്ടാ. എന്റെ ദോശ മേടിച്ചു കുറച്ച്. എന്റെ പാസ്തയും ഭയങ്കര ചീസ് സോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഈ ഒണ്ണക്സ് എന്ന് പറയുന്ന ഊള സാധനം ഞാൻ മാറ്റിയിട്ട് ഞാൻ കാണിച്ചു. പാസ്ത കട്ടെ അതാണ് കൊള്ളാന്ന് കഴിച്ചു. സ്ട്രോഗനോഫ് കൊള്ളാം, നല്ല ടേസ്റ്റ്. ഇനി എന്റെ ബർഗർ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. എപ്പോഴും വന്ന് കഴിക്കുന്ന സാധനം തന്നെയാണ്. കൺസിസ്റ്റൻസി ഉണ്ടോന്ന് അറിയണമല്ലോ. എന്താ പറയുക, സ്മോക്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് മാറി. മുമ്പത്തെ ടേസ്റ്റ് അല്ല. അങ്ങനെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരിക്കും. ബിക്കോസ് അവിടെ ആ പരിപാടിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ള ഇതിലാണ് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ സംടൈംസ് ദ ഡ്യൂറേഷൻ ചെറുതായിരിക്കും, പക്ഷെ എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, വീട്ടിൽ പോട്ടെ. നല്ല രീതിയിൽ വേറെ ഫുള്ളായി. എനിക്ക് ആ ബർഗർ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവരെ പറയുകയും ചെയ്തു, പോരാ, പഴയ ഷെഫ് അല്ലെന്ന് തോന്നുന്നു. ഇവിടെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ നല്ല എൻജോയ് ചെയ്തോ എല്ലാവരും? ഓക്കെ, എവളെയും കൊണ്ട് വിട്ടിട്ട്. നീ വണ്ടിയിലല്ലല്ലോ വന്നത്, നീ എങ്ങനെ വന്നത്? ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ. എന്താണ്? What is this? Oh my god, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. സൂപ്പർ, താങ്ക് യു മാൻ. ഇത് എനിക്ക് ഞാൻ നോക്കിയിരുന്ന സാധനമാണ് ഗൈസ്. ഞാൻ കുറെ ചോദിച്ചു അവൻ്റെ അടുത്ത്, പക്ഷെ അവൻ എനിക്ക് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഞാൻ വേണ്ട. അല്ല, എനിക്ക് മനസ്സിലായി എന്താണ്. ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റിലാണ് ഗൈസ്. ഇതാണ് സാധനം. ഞാനിത് ഇതൊക്കെ കുറെ വേണമെന്ന് പറഞ്ഞ് ഞാൻ നടന്നതാണ്. സത്യം. താങ്ക് യു ഗൈസ്. താങ്ക് യുടാ. അല്ല, നിങ്ങളാണ് എന്റെ വ്ളോഗർ ആക്കിയവർ. അയ്യോ ഇവിടെ താങ്ക് യു ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് കാരണം എനിക്ക് ഇങ്ങനത്തെ ബ്ലോഗിങ് ഐറ്റംസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം താങ്ക് യു. അൺബോക്സ് ഷോ. ഓക്കെ.
Oh my god. പിന്നെ ആക്സസറീസ് ഉണ്ട് കേട്ടാ. എല്ലാം വടി, ഷേ 3 ബാറ്ററി. നീ എന്താ ആ DJ മൈക്ക് മിനി ഇല്ലേ, ഒന്നും ചെയ്യണ്ട, വെച്ചല്ലേ ഓൺ ചെയ്താ മതി. എടി ക്യാമറ അടി, ചെറിയ മറ്റേ ക്യാമറ, വ്ളോഗ് ചെയ്യാനുള്ള ക്യാമറ. നമ്മള് മറ്റേ അത് തന്നെ ആക്ഷൻ ക്യാമറ. റീൽസ് ഒക്കെ എടുക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു. അതെനിക്ക് അറിഞ്ഞൂടാ. ഇത് നമ്മള് ബൈക്കിലൊക്കെ ആണെങ്കിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടോ. പിന്നെ വ്ളോഗ് എടുക്കാം വടി പിടിച്ചിട്ട്. ഓ ഇത്രേ ഉള്ളു സാധനം. ഓ സീൻ സാധനം കേട്ടാ, ഇത്രേ ഉള്ളൂ ഐറ്റം. എടി മറ്റേ വെള്ളത്തിന്റെ അടിയിലോട്ടൊക്കെ ചാടുന്ന ഗോപ്രോ, അതിന്റെ വേറെ കമ്പനിയാണ്. ഓ ഇത് സീൻ. ദിസ് ഇസ് റിയലി വാട്ട് ഐ വാണ്ടഡ്. കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കിട്ടുമെന്ന്. ഓ നീ മറ്റേ വേറെ അതുവഴി ഞാൻ ചിന്തിച്ചില്ല. ഓ താങ്ക് യു മാൻ. വീണ്ടും ഗിഫ്റ്റ് തന്നെ എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു. കിട്ടി ഗൈസ്. അടുത്ത് ഇനി ഇത് വെച്ച് വ്ളോഗ് ചെയ്യാം നാളെ ഉള്ളോ. ഡേ 4 നമ്മൾ ഇത് വെച്ച് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ് നാളത്തെ പരിപാടീസ്. എവള് തന്ന സാധനം തോരിപ്പുണ്ട് ഗൈസ്. നീ ഇതെടുത്ത് അവിടെ ഫിറ്റ് ചെയ്യണം. ഇത് മാറ്റിയിട്ട് ഒരാണി ഇനി അടിച്ചു കഴിഞ്ഞാൽ ചുമരടിഞ്ഞ് വീഴുമെന്നാണ് ഗൈസ്. ന്യൂ വ്ളോഗിങ് സെറ്റപ്പ്. ഓ ഇത് നല്ല നീളത്തിൽ പോകുന്നുണ്ട് എന്റെ പൊന്നോ. ഇത് കൊള്ളാല്ല. കൊള്ളാം ഗൈസ്. ലോട്ട്സ് ഓഫ് ഇത് ഫുൾ കിറ്റ് ആയിട്ടാണ് വരുന്നത് ഗൈസ്. ഇത് ഫുൾ എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. നൈസ്. പിന്നെ ഗൈസ് ഇതും വന്നിട്ടുണ്ട് നമുക്ക്. ഓറഞ്ച് മൈക്ക് ആണോ? അല്ല ഇത് ഞാൻ ഐഫോൺ. അതാണ് സത്യം കേട്ടാ. ഓ ഞാൻ തെറി വിളിച്ചോണ്ടിരിക്കുക. ഇതാണ് ഗൈസ് ഓറഞ്ച് മൈക്ക്, റോഡിന്റെ മൈക്രോ. ഓ നല്ല രസമാണ് കേട്ടാ ഓറഞ്ച് കളർ. അടിപൊളി സാധനം ഗൈസ്. ഇത് ഞാൻ ആപ്പിളിന് വേണ്ടി വാങ്ങിച്ചതാണ്. ബിക്കോസ് ഓറഞ്ച് ഫോണിന്റെ കൂടെ മാച്ചിങ് എന്റെ ഓറഞ്ച് ബാഗും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചതാണ് ഇത് വാങ്ങിക്കാൻ. അങ്ങനെ ഗൈസ് കിട്ടിയിരിക്കുകയാണ്. ഓണാക്കി. ഇനിയിപ്പം നാളെ പറ്റുമെങ്കിൽ ആക്ഷൻ 6 ഒരു വ്ളോഗ് ചെയ്യാൻ നോക്കാം ഞാൻ. പിന്നെ ഈ സാധനം അടിക്കണം. ഇതിനെ മാറ്റിയിട്ട് പതുക്കെ ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ മറ്റൊരു ഗിഫ്റ്റ് ഈ ഒരു സാധനം നിയോൺ സൈന്. സോ ഇത് വെച്ചിട്ടൊരു വ്ളോഗ് ചെയ്യാം. കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ആക്ഷൻ ക്യാമറ ആണെന്ന് തോന്നുന്നു. ആൻഡ് താങ്ക് യു ഗൈസ്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കാരണമാണ് ഞാൻ വ്ളോഗിങ്ങിൽ ഇത്രയും മുന്നോട്ട് വന്നേക്കുന്നത്. ആൻഡ് ഹി ഈസ് ദേർ ടു സപ്പോർട്ട് മീ വിത്ത് വാട്ട് എവർ ഐ നീഡ് വ്ളോഗിങ്ങിന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ആയി. സോ ലെറ്റ് സി. ഇപ്പൊ ഞാൻ എൻ്റെ ഈ ഡെയിലി വ്ളോഗിന്റെ സംഭവം ഇനി കുറച്ചുകൂടെ ഇന്റൻസിഫൈ ചെയ്യാനുള്ള പ്ലാനാണ്. ലൈക്ക് ഐ ഷുഡ്ന്റ് ലെറ്റ് എനിബഡി ഡൗൺ. അതുകൊണ്ട് സ്പെഷ്യലി സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കട്ടെ ഗൈസ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ വ്ളോഗ് ഞാൻ ഇപ്പോൾ എടുത്തു പോകുന്നത്. നോർമൽ സാധനങ്ങളാണ് ഈ കാണിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഞാൻ അങ്ങനെ ഒരു കോണ്ടന്റ് രീതിയിലൊന്നും ചെയ്യുന്നില്ല. ബട്ട് എനിക്ക് ലേറ്റർ ഫ്യൂച്ചറിൽ ഞാൻ ഒന്ന് സെറ്റിൽ ഡൗൺ ആയി എനിക്കിതൊന്നും ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ ഐ വിൽ ട്രൈ ടു ബി മോർ ക്രിയേറ്റീവ് ആൻഡ് ഫോട്ടോഗ്രാഫി പരിപാടിയും സാധനങ്ങളും എല്ലാം തുടങ്ങാം ഗൈസ്. അപ്പോൾ എനിവേസ് താങ്ക് യു ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. താങ്ക് യു. ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്പർ 3. ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഗൈസ്. ബൈ. ഗുഡ് നൈറ്റ്.